ഓക്കെ അല്ലേ? നമസ്കാരം. കഴിഞ്ഞ ദിവസം ടാഗോർ തിയേറ്ററിൽ നിന്നും ലാലേട്ടൻ ഇറങ്ങി വരുന്ന വഴി ഒരു മാധ്യമപ്രവർത്തകന്റെ മൈക്ക് ഇങ്ങനെ കണ്ണിന്റെ തട്ടി അതിപ്പോ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താണ് പറയാനുള്ളത്? അത് സാറ്റലൈറ്റ് ചാനൽ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ലണം. കാരണം എല്ലാം ഓൺലൈൻ ചാനലുകാരനോ വേറെ എന്തെങ്കിലും അത്യാവശ്യം ആളാ ചെന്നിരുന്നെങ്കിൽ ഇവന്മാരത് മെയിൻ സ്ട്രീമിൽ ഭയങ്കരമായിട്ട് പറഞ്ഞ് അയാളുടെ കുടുംബം കുട്ടിച്ചോറാക്കി മാറ്റിയാണ്. ഇതിപ്പോ മാധ്യമപ്രവർത്തകനായിട്ട് വീഡിയോ ചെയ്യുമ്പോ തെറ്റാണല്ലോ. എന്തിനാണ് അത്? മോഹൻലാല് പോയി വിഷ്വലും പോയി, പിന്നെ മോഹൻലാൽ നടന്ന് വണ്ടി അകത്തേക്ക് കയറിയാണ്, ലാലേട്ടൻ കയറിയാണ്. അതിന്റെ അതേ കൂടി കൊണ്ടുപോയിട്ട് മൈക്കിൽ കുത്തി വെക്കുന്ന വിഷ്വൽ എന്നൊരു ക്യാമറമാൻ എവിടെയാണ്? ലാലേട്ടൻ ക്യാമറമാൻ പുറകില, ഇവൻ കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളിൽ കൂടി കുത്തി കയറ്റി വെക്കുകയാണ്. അല്ല, ഇവന്മാരുടെ കാര്യം സാറ്റലൈറ്റ് ചാനലുകാരുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇവന്മാർക്ക് ഓൺലൈൻ ചാനൽ ഈ കുറ്റം പറയുക എന്നുള്ളതാണ്. ഇവര് കാണിക്കുന്ന പിറപ്പ് ഇത്രയും വൃത്തികേടായിട്ട് കാണിക്കണവന്മാര്, എന്നിട്ട് കാണുന്ന ആൾക്കാരെ മുഴുവൻ ഇവന്മാര് കുറ്റം പറയും. ഓൺലൈൻ മീഡിയ ആണെങ്കിൽ അവന്റെ ജീവിതം തീർന്നേനെ. അവനെ കൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ച് ന്യൂസ് ഹെഡ്ലൈൻ ആയിട്ട് അവനെന്ത് മഹാരാജ് ചെയ്ത പോലെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ലാലേട്ടനായതുകൊണ്ട്. വേറെ വല്ല നടന്മാരായിരുന്നെങ്കിലും ലാലേട്ടൻ നൈസ് ഒരു ഡീൽ ചെയ്ത് മാത്രല്ല, ഇന്ന് ആ പയ്യനെ വിളിച്ചിട്ട് ആ റിപ്പോർട്ടറോട് എന്തോ സോഫ്റ്റ് ആയിട്ട് പേടിക്കേണ്ട തമാശ രൂപേണ പറഞ്ഞു. അത് പുരികത്ത് കൊള്ളേണ്ടത് കണ്ണി കൊണ്ടു, അങ്ങനെയാണ് പറഞ്ഞത്. തമാശ കേട്ടത് ഡീൽ ചെയ്തു. വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് പൊട്ടിത്തെറി എന്തെങ്കിലുമൊക്കെ വേറെ വലിയൊരു ഇതുണ്ടാവും. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു ടൈം, ഇത്ര ടൈം, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് സ്റ്റേജിൽ ഇതുകൊണ്ട് പറഞ്ഞേ. ഇപ്പൊ ഈ ഇതുവരെ തന്നെ പല ആൾക്കാർ പറഞ്ഞു അതിനിപ്പോ എന്തിനാണ് ഇവരൊക്കെ സാധാരണ മനുഷ്യർ തന്നെയല്ലേ, എന്തിനാ എത്ര വില കൊടുക്കുന്നത്? സംഭവം ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നുപരി, ഒരു മനുഷ്യനുപരി, ആ ഒരു സ്റ്റാറിന് ഒരു ദിവസം കോടികളുടെ വിലയാണ്. അതായത് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു മുഖത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സിനിമ അവിടെ മുടങ്ങിപ്പോയ ലക്ഷങ്ങളാണ് ഒരു ദിവസം ഷൂട്ടിംഗ് കോസ്റ്റ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങളാരുടെ പറയാനായിട്ട് എന്നൊക്കെ പറയും ആളുകൾ. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അതാണ് ഇപ്പൊ ആ ഒരു സിനിമ ഇപ്പൊ ഒരു ചെറിയൊരു മുറിവ് വന്ന് അത് ആ സിനിമയുടെ കണ്ടിന്യൂറ്റി എന്ന് നഷ്ടപ്പെടുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്റ്റാർ ആയാലും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ ആയിക്കോട്ടെ, അതായത് ഒരു പബ്ലിക് ഫിഗർ ആയിക്കോട്ടെ, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളായിക്കോട്ടെ, ഫുട്ബോൾ പ്ലെയർ ആയിക്കോട്ടെ, ആ പ്ലെയറിന് നാളെ ഒരു കളിക്കാൻ പോകണം, കോടികൾ മേടിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒരു ഉദ്ഘാടനത്തിന് കുറച്ച് പൈസകൾ മേടിച്ചു, നാളെ വരാമെന്ന് ഏറ്റു, എല്ലാം ഫിക്സ് ചെയ്തു. ഒരു ഗായകൻ വരാമെന്ന് ഏറ്റു, ഫിക്സ് ചെയ്തു, അവർക്ക് എന്തെങ്കിലും പറ്റിയ പ്രോഗ്രാം ക്യാൻസൽ ആവാതെ സ്പോൺസേഴ്സിന് ക്യാൻസൽ, നഷ്ടമാണ്, മൊത്തം നഷ്ടമാണ്. ഇത് ഒരു ചിലവര് മനസ്സിലാക്കാതെയാണ്. എല്ലാവരും മനുഷ്യരല്ല, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ അവരുടെ സ്ഥാനങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ചിലപ്പോ ഇപ്പൊ ചെയ്യുന്ന സിനിമ മാത്രമായിരിക്കില്ല, ഇത് മുടങ്ങിൽ ഒരു ചെയിൻ പോലെ കിടക്കുന്നത് ബാക്ക് ടു ബാക്ക് സിനിമകളാണ്. അതുകൊണ്ട് പുള്ളിക്ക് അത്രയ്ക്ക് സേഫ്റ്റി കൊടുത്താണ്. ഇപ്പോ ഈ ഓൺലൈൻ മീഡിയ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓൺലി സ്പോൺസേഴ്സ് ഉണ്ടാവും. അതുപോലെ PR-മാർ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ആളുകൾ ആരും കയറില്ല. അവർ പറയും ഇവിടെ നിൽക്കണം, കയറാൻ പാടില്ല, മാറാൻ പാടില്ല എന്നിട്ട് മാറില്ല, ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്ന വെച്ച് കൂട്ടത്തിൽ കൂടി നിൽക്കൂലേ, കൂടി നിൽക്കുമ്പോൾ ചിലപ്പോൾ അവര് കൈവക്കെ, അതൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഈ ആർട്ടിസ്റ്റിനെ ഇതിന് മാത്രം ഉപദ്രവിക്കാൻ, അതായത് ഞാൻ കണ്ടേക്കുന്നത് സുരേഷ് ഗോപി ഇതുപോലെയൊക്കെ തന്നെ. സുരേഷ് ഗോപി വരുമ്പോഴത്തേക്ക് ഉമ്മാർ ഓടിച്ചിരുന്നു, എന്നിട്ട് പുള്ളിനെ ട്രിഗർ ചെയ്യും. ഈ ട്രിഗർ ചെയ്തയോ സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ ഒരു സ്വഭാവമല്ല. ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ഓൺ ദി സ്പോട്ട് പ്രതികരിക്കുന്നതായിരിക്കും. ഇവന്മാർ അതെടുത്ത് ന്യൂസ് ഹെഡ്ലൈൻ ആക്കിയാണ്, ഭയങ്കര ന്യൂസ് ഹെഡ്ലൈൻ ആക്കിയിട്ട് മറ്റതാണ് മറിച്ചതാണ്. സുരേഷ് ഗോപി കണ്ടില്ലേ, അന്നത്തെ ഒരു ദിവസം മുഴുവനും സുരേഷ് ഗോപി ചർച്ചയാവും. സുരേഷ് ഗോപി മറ്റവരാണ് മറിച്ചതാണ്. അപ്പൊ ഇതിലുള്ള എന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാൻ സുരേഷ് ഗോപിയിൽ കുഴപ്പമില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ പൊളിറ്റിക്സ് അതാണ് മുതലാക്കുന്നത്, അതാണ് ഇവര് മുതലാക്കുന്നത്. അത് മെയിൻ ചാനലുകാരുടെ മെയിൻ ഹെഡ്ലൈൻ സുരേഷ് ഗോപി പറഞ്ഞത് കേട്ടില്ലേ, അത് കാണാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലമായിട്ട് സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട്. കുറവാണ് വിവാദം. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം MP ഒക്കെ ആയ ശേഷം ചിലപ്പോ അദ്ദേഹം തന്നെ ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പുള്ളി കൈയും കാലും ഒക്കെ എടുത്ത് ആക്ഷൻ എടുത്ത് ചെയ്യുന്ന സാധനം മാത്രം സൂം ചെയ്തെടുത്തിട്ട് ഈ കണ്ടില്ലേ പ്രജകളോട് പെരുമാറുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പുള്ളിനൊക്കെ ട്രിഗർ ചെയ്ത് ഫോക്കസ് ചെയ്ത് മാറിയ ഷൈൻ ടോം ചാക്കോ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ഈ കുറച്ച് നാൾ മുമ്പ് സ്റ്റേഷനിൽ പോയി. എല്ലാ മീഡിയാസ് ഉണ്ട്, സിനിമക്കാരനായതുകൊണ്ട് എല്ലാ ഓൺലൈൻ മീഡിയാസ് എല്ലാവരും ഉണ്ട്. ഈ ഓൺലൈൻ മീഡിയാസ് ഷൈൻ ടോം ചാക്കോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ. പുള്ളി കാലത്ത് വന്ന് പുള്ളി അകത്ത് കയറി സ്റ്റേഷനിൽ നിന്നു. പുള്ളി ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഒരു
പോലീസുകാരുടെ പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിനെ ഓൾറെഡി പറഞ്ഞ ഹെൽത്ത് എന്താ പറയുക മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. വേറെ ഒന്നുമില്ല. കണ്ടിട്ട് കൂടിയില്ല ഷൈൻ ടോം ചാക്കോനെ. എന്തൊക്കെയാണ് മെയിൻ സ്ട്രീമിൽ ഷൈൻ ടോം ചാക്കോ വന്നു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു. ഞങ്ങൾ കണ്ടു നിൽക്കുകയാണ് എല്ലാ സാറ്റലൈറ്റ് ചാനലും. എന്തൊക്കെയാണ് പറയുന്നത് ഷൈൻ ടോം ചാക്കോനെ? നമ്മൾ കണ്ടിട്ട് സത്യം പറഞ്ഞ സങ്കടം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ജനുവിനായിട്ട് വന്നു, സ്റ്റേഷനിൽ കയറി, പുള്ളി അത് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പുള്ളിനെ കണ്ടിട്ട് പോലും ഒരാളും. പുള്ളി അതിനുശേഷം തിരിച്ചു വന്നിട്ട് 3 മണിക്കായിട്ട് പുള്ളി തിരിച്ചു വന്ന്. എന്നിട്ടും ഞങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല. അതുപോലെ പോയി ഹെൽത്ത് മറ്റേ ഡോക്ടറിന്റെ അടുത്ത് പോയി എടുത്ത് എന്നിട്ടും കാണാൻ പറ്റില്ല. എന്നിട്ടും നിന്ന് ഈ ഷൈൻ ടോം ചാക്കോ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ പുള്ളിയുടെ ഒരു വിവരം പോലും കിട്ടിയിട്ടില്ല. ഇങ്ങനെ നിന്ന് കഥകൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് ചാനലുകൾ. ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, ഇവന്മാരുടെ ഇത്രയും വിഷം ഒരാളെ പറ്റി ഒരു വാർത്ത പറഞ്ഞു, അതിനുശേഷം അവർ ചത്തു മരിച്ചു, അവർ എന്ത് പിന്നെ അവർ സംഭവിച്ചു എന്നുള്ള കാര്യമല്ല. ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞിട്ട് അത് ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നിട്ട് തെറ്റുപറ്റി. ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയാസ് കഴിഞ്ഞാൽ PROമാർക്ക് അറിയാൻ പറ്റും ഓൺലൈൻ മീഡിയാസ് ഇന്ന ആളാണ് ഇട്ടേക്കുന്നത്, അത് ചെയ്ത് തെറ്റാണ്, ഡിലീറ്റ് ചെയ്യണം, മാറ്റണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സാറ്റലൈറ്റ് ചാനലിൽ ഇവന്മാരുടെ ഒരു വാർത്ത തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടല്ലോ. ലാലേട്ടന്റെ കേസ് ലാലേട്ടനായതുകൊണ്ട് ഇപ്പൊ അത് നേരെ കുറച്ച് വേറെ ആക്ടേഴ്സ് ആയിരുന്നു വിചാരിക്കുക, അവരുടെ ഒരു ദിവസം പോവും. ലാലേട്ടന്റെ മനസ്സ് ഈ പറഞ്ഞ ഒരു തമാശയായിട്ടും ഈ ആക്ടേഴ്സിനെ എന്തുകൊണ്ടാണ് കെയർ ചെയ്തുകൊണ്ട് നടക്കുന്നതും അവരെ ദേഷ്യപ്പെടുത്താത്തെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അവർക്ക് ആ കഥാപാത്രമായി മാറാൻ പറ്റില്ല. കാരണം നമുക്കൊരു വിഷമം വന്നാൽ തന്നെ നമ്മൾ അന്നത്തെ ദിവസം പോയി ചിലപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പോയിട്ട് ഏതെങ്കിലും വേറെ സീനായിരിക്കും എടുക്കുന്നത്, അഭിനയിക്കാൻ പോകുന്നതായിരിക്കും. അതെ, ഒരു കഥാപാത്രമായി ഇന്ന് ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഷാബ് ചെയ്തെന്താ ആ ചിന്ത ഒരാൾ ചൂടായി കഴിഞ്ഞാലോ നമുക്ക് തന്നെ ചില ആൾക്കാരുടെ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുന്നവർ ഇവർ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അയാൾക്ക് ദേഷ്യപ്പെടാതെ അയാൾക്ക് ഇറിറ്റേഷൻ ഇല്ലാതെ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവർക്ക് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഇതുകൊണ്ടാണ്. വളരെ മോശമായിട്ടാണ് സാറ്റലൈറ്റ് ചാനൽ ചെയ്തത്. ഇവന്മാർക്കൊക്കെ വേറെ പണിയില്ല. ഇവന്മാരെന്താണ് ചെയ്യണത്? പിന്നെ ഈ പറയുന്ന പിന്നെ ഓൺലൈൻ ചാനലുകാർ പോകുന്നുണ്ട്, അതെന്താ PROമാര് പറഞ്ഞിട്ട് അതിന്റെ പ്രൊമോഷനായിട്ട് അവരുടെ ചെല്ലുന്നതാണ്. മറ്റുള്ളവർ കാണുമ്പോൾ ഇത് ഇന്നലെ വിസ്മയുടെ സിനിമയുടെ അനൗൺസ്മെന്റ് വന്നതിനെ കുറിച്ച് ചോദിച്ചതാണ്. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അതായത് ആ പോസ്റ്റ് എന്താണെന്ന് കൂടെ അറിഞ്ഞിട്ടില്ല, എന്തോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ന്യൂസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കൂടെ അറിഞ്ഞിട്ടില്ല, അതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെയും ചോദിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ കൂടി ചെന്നിട്ട് വെക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മള് ഒരു ക്യാമറ വെച്ചിട്ട് അതിന്റെ വിഷ്വൽ എടുത്തു കഴിഞ്ഞിട്ട് ആ പുള്ളി പാടുന്നതാണ് കേൾക്കാൻ പറ്റുന്നത്. അപ്പൊ നടന്നു പോകണം അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു, പക്ഷെ അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പ്രതീക്ഷക്കാട്ടും കൂടുതൽ എന്താണെന്ന് അറിയില്ല, പൊതുവെ അങ്ങനെ സംഭവിക്കാത്തതാണ്. മുഖ്യധാര ചാനലുകൾ ചെയ്യുമ്പോ അത്ര വിവാദമാകുന്നില്ല. ഓൺലൈൻ മീഡിയ ഭയങ്കര വിവാദമാകുന്നത് എന്തുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി. എല്ലാവരും നല്ല പരിപാടികൾ തന്നെയാണ് ചെയ്യണത്. ഇവന്മാര് പറഞ്ഞുണ്ടാക്കുന്ന അത്രയും ഇവന്മാരും ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകളും ഓൺലൈൻ മീഡിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരെക്കാൾ ഉണ്ടാക്കുന്നേക്കാളും റീച്ച് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവന്മാരുടെ പരിപാടി. ഇവന്മാർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇവന്മാർക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇവന്മാർക്ക് ട്വിറ്റർ ഉണ്ട്, ഇവന്മാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. എല്ലാത്തിലും ഇവര് ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കെ. ഇവരുടെ സീരിയല് പോലും ഇപ്പൊ ടെലിവിഷന്റെ സീരിയല് പോലും ഇപ്പോ യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുന്നത് ഓൺ ദ സ്പോട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കോമ്പറ്റീഷനാണ്. പക്ഷെ ഇവന്മാരെ എന്ത് വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ കംപ്ലൈന്റ് ഓൺലൈൻ മീഡിയക്കാരാണ്, ഓൺലൈൻ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ പ്രശ്നങ്ങൾ വന്നാൽ കംപ്ലീറ്റ് ഡീസെന്റ് ആയിട്ട് നിൽക്കും. ഓരോരുത്തരെ പ്രകോപിപ്പിച്ച് ട്രിഗർ ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ പറയിപ്പിക്കും. മെയിനായിട്ട് സുരേഷ് ഗോപി ഷൈൻ ടോം ചാക്കോക്ക് ഇതിന്റെ ഇരകളാണ്. ഷൈൻ ടോം ചാക്കോയും ഈ സുരേഷ് ഗോപിക്ക് ഇതിന്റെ ഇടകളാണെന്നുള്ളത് കാരണം ദൃക്സാക്ഷിയാണ്. ഈ സുരേഷ് ഗോപിയുടെ ഒപ്പം ഇലക്ഷന്റെ വർക്കിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇവന്മാർ ചില പരിപാടികളാണ് പരുമത്തിന് കാത്തിക്കും. സുരേഷ് ഗോപി ഒരു വർഷം കണ്ടോ ഒരു മീഡിയ വണ്ണിന്റെ ചാനലിൽ ഒറ്റ എന്തൊക്കെ കാണിക്കുന്നു, ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വളരെ ആരുമില്ല. അത് ആരും സംസാരിക്കാനാ. ഇവന്മാരിപ്പോ നാളെ ഒരാളെ പറ്റി പറഞ്ഞെന്ന് വെച്ചു, നീ ഓൺലൈൻ മീഡിയക്ക് ചോദിക്കാൻ പറ്റുമോ, നീ എന്തിനാ പറഞ്ഞത്? ഇപ്പൊ ഈ മറുനാടന്മാരെയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ അത് ചെയ്ത് തെറ്റാണ് കേസ് കൊടുക്കാൻ പറ്റും. ഇവന്മാർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള കാര്യമുണ്ട്. ഇവന്മാരത് ആരെങ്കിലും അതിനെ കുറിച്ച് അവന്മാര് തെറ്റുപറ്റിയാൽ സമ്മതിക്കും, അതുമില്ല. ഈ ഓൺലൈൻ മീഡിയാസിന്റെ ഒരു അശ്രദ്ധയായിരിക്കാം, ഈ മെയിൻ ചാനലാണെങ്കിലും മനുഷ്യനാണല്ലോ അശ്രദ്ധയായിരിക്കാം. പക്ഷെ അവര് ആരും എടുത്ത് ഒന്നും പറയില്ല. ഓൺലൈൻ മീഡിയ എടുത്തിട്ട് 100 പേരെ എതിരെ സംസാരിക്കാൻ വേണ്ടി. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇപ്പൊ JSK അതുപോലെ തന്നെ സുംബ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇവരെ
ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഈ വയനാടിന്റെ പ്രശ്നം വന്ന സമയത്ത് നേരെ പിന്നെ പോയത് സുംബയും JSK ആണ്. വേറെ വയനാടിന്റെ പ്രശ്നം കഴിഞ്ഞ്, കാരണം ഇത്ര കോടി രൂപ ഓരോ ആൾക്കാർക്കും ഇത്ര കോടി രൂപ. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒരാളെ എന്തോ മാറ്റിയെന്ന് തോന്നുന്നു, മറ്റേ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് മറ്റേ ഇയാളെ മാറ്റിക്കളഞ്ഞു. മറ്റേ ഇത് എല്ലാണ് റിപ്പോർട്ടർ ചാനലിൽ ഒരു പുള്ളിയെ എന്തോ മാറ്റം എന്തോ ചെയ്തു. ഈ വയനാടിനെ കുറിച്ച് അയാൾക്ക് ഒരാൾക്ക് ഇത്ര കോടി രൂപ ഒരു കുടുംബത്തിന് കൊടുക്കാനുള്ള സംഭവം ഉണ്ടെന്ന്. അതൊക്കെ ഒരു കാര്യം പോലും പിന്നില്ല. പിന്നെ അതും വന്നത് ഓൺലൈൻ ചാനലിലോ എന്തൊക്കെയാണോ വന്നേക്കുന്നത്, അത് ആരും ഷൂട്ട് ചെയ്ത് എന്തോട്ട് ഇട്ടേക്കണേണ്. അതുപോലെ തന്നെ എന്തോ മീഡിയയിലേക്ക് വന്നിട്ടുണ്ടായി. പിന്നെ അതിനെ കുറിച്ചില്ല. പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ സുംബ, JSK, ലാലേട്ടൻ, ഈ വക കാര്യങ്ങളായി. അതൊക്കെയാണ് ഇവന്മാര് ചെയ്തോണ്ടിരിക്കുന്നത്. ലാലേട്ടൻ അപ്പൊ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ സാറ്റലൈറ്റ് ചാനലുകൾ ഭയങ്കര മഹത്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ നാട് നശിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊന്നും ഒരിക്കലും ജനുവനായിട്ടുള്ള കാര്യങ്ങളല്ല. അവരുടെ ഞാൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ച് ജേർണലിസം പഠിച്ച് നാടിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നാടിന് സത്യസന്ധമായ കാര്യങ്ങൾ കൊടുക്കുക, അതൊന്നും അവർക്ക് താല്പര്യമില്ല. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കഷ്ടവും വളരെ മ്ലേച്ഛകരമായ കാര്യമാണ് ഈ പറയുന്ന മുഖ്യധാര ചാനലുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടനോട് ചെയ്തത് വളരെ, കാരണം പുള്ളി സാധാരണ മനുഷ്യൻ തന്നെയാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുള്ളിനോട് പെരുമാറി വളരെ മോശമായി പോയി. അത് പുള്ളിയുടെ സ്റ്റാർഡം തന്നെയാണ്. സ്റ്റാർഡം വളരെ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് പറയുന്നുള്ളൂ. അതുപോലെ സുരേഷ് ഗോപി, ഷൈൻ ടോം ചാക്കോക്ക് വളരെയധികം ഇവര് നശിപ്പിച്ചു കളഞ്ഞ, അതായത് ആളുകളുടെ ഇടയിൽ വളരെ എന്താ പറയുക, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എത്തിച്ച് വളരെയധികം മോശമാക്കിയ ഇതായി നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ JSKയും സുംബയൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന വയനാടിന്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി കളയുന്നത് വളരെ മോശമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓൺലൈൻ മീഡിയ ആണെങ്കിലും മെയിൻ ചാനലാണെങ്കിലും അവരവരുടെ തൊഴിലാണ് ചെയ്യണം. അപ്പൊ രണ്ടായിട്ട് കാണാതെ എല്ലാവരും ഒരേപോലെ കാണുക, തെറ്റിപ്പോഴും ഒരുപോലെ കൺസിഡർ ചെയ്യുക. ഇൻചാനലൊന്നും ഒരിക്കലും അവരൊന്നും സമ്മതിക്കൊന്നുമില്ല. ഒരാളുടെ ജീവിതം നശിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും അന്നത്തെ ഹെഡ്ലൈൻ അത്രയുള്ളവർക്ക് ഓൺലൈൻ മീഡിയ നമുക്ക് പിന്നെ പറയാൻ പറ്റും. ഇത്ര പറയാനുള്ളൂ ഇന്നത്തെ